ഇത് ശ്രീനാരായണീയരുടെ വിജയമാണ്. സാധാരണ പാവപ്പെട്ട ഈഴവന്മാരുടെ വിജയമാണ്. കാരണം 2002 മുതൽക്ക് ഞാൻ അദ്ദേഹത്തോട് അഭിപ്രായ വ്യത്യാസം ഉണ്ടായി. കാരണം SNDP യോഗത്തിൻ്റെ എല്ലാ ആനുകൂല്യങ്ങളും, എല്ലാ സമ്പത്തും, എല്ലാ അധികാരങ്ങളും ഒരാളിൽ നിക്ഷിപ്തമായിട്ടുള്ള ഒരു ഭരണമായിരുന്നു ഇതുവരെ നടന്നുകൊണ്ടിരുന്നത്. കാരണം പാവപ്പെട്ടവൻ്റെ ആയിരക്കണക്കിന് സ്കൂളിൽ നിന്ന് കിട്ടുന്ന വരുമാനങ്ങൾ, SNDP കിട്ടുന്ന വരുമാനങ്ങൾ, ഇതൊന്നും SNDP യോഗത്തിൻ്റെയോ അല്ല SNDP വിശ്വസിക്കുന്ന ശ്രീ നാരായണീയരുടെ ഒരു ഗുണത്തിനും ഉപയോഗിച്ചില്ല എന്നാണ് സത്യം. അതൊക്കെ സ്വന്തം കാര്യത്തിൻ്റെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുമായിരുന്നു. എത്രയോ സ്കൂളുകൾ, എത്ര സ്ഥാപനങ്ങൾ, അതൊക്കെ അങ്ങനെ തന്നെ ഇപ്പം കിടക്കുകയാണ്. അത് പരിരക്ഷിക്കാതെ കാര്യങ്ങൾ ചെയ്യുകയാണ്. പക്ഷെ അദ്ദേഹത്തിനെ ഭയപ്പെട്ട് അവിടുത്തെ അധികാരികൾ, അവിടുത്തെ ജോലി ചെയ്യുന്ന ആളുകൾ ആരും തന്നെ പറയാറില്ല. കാരണം അദ്ദേഹം എന്തെങ്കിലും ആ സ്ഥാപനത്തെപ്പറ്റി കുറവ് പറഞ്ഞാൽ അവർ അന്നേരം തന്നെ ട്രാൻസ്ഫർ ചെയ്യും. അങ്ങനെ ഭയത്തിൻ്റെ ഒരു നിഴലിലായിരുന്നു ഇതുവരെയുള്ള ഭരണം മുഴുവൻ. അതുകൊണ്ട് അവർ അവകാശങ്ങൾ മുഴക്കാനോ അല്ലെങ്കിൽ അവരുടെ വിഷമങ്ങൾ പറയാനോ ഒരു സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നില്ല. അതിനാണ് 2002 മുതൽക്ക് ഞങ്ങൾ ധർമ്മവേദി എന്നൊരു പ്രസ്ഥാനം ആരംഭിച്ച് നമ്മൾ പ്രവർത്തിച്ചത്. അതിൽ 4, 5, 6 കൊല്ലങ്ങളോളം ഞങ്ങൾ നന്നായിട്ട് പ്രവർത്തിച്ചു. പക്ഷേ ഇയാളെ കുതന്ത്രമായ പല കാര്യങ്ങൾ കൊണ്ടും നമുക്കൊന്നും ചെയ്യാൻ സാധിച്ചില്ല എന്നാണ് സത്യം. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മാന്യമായ വഴിയിൽ മാത്രമേ ഇതിനെ എതിർക്കാൻ സാധിക്കുകയുള്ളൂ. കുതന്ത്രത്തിൽ കൂടിയോ അല്ല അനീതിയായ വഴിയിലോ ഞങ്ങൾക്ക് എതിർക്കാൻ ഇതുവരെ ശ്രമിച്ചില്ല. ഇത്ര കൊല്ലങ്ങളും ശ്രീനാരായണ ധർമ്മവേദി എന്ന ഈ പ്രസ്ഥാനം അതായത് ഞാൻ തന്നെ ഇറങ്ങാനുള്ള പ്രധാനപ്പെട്ട കാരണം സാനുമാഷയുടെ ഉപദേശപ്രകാരമാണ്. എൻ്റെ ഗുരുനാഥൻ്റെ രീതിയിലുള്ള അതായത് ഗുരുദേവൻ്റെ നേലുപോലെ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു സാനുമാഷ്. അദ്ദേഹത്തിൻ്റെ ഉപദേശപ്രകാരമാണ് ഞാൻ ഈ പ്രസ്ഥാനത്തിൽ ഇറങ്ങിയതും എന്തെങ്കിലും ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെയാണ് പ്രവർത്തിച്ചപ്പോൾ നമ്മൾ ആളുകൾക്ക് അദ്ദേഹത്തിനെ എതിർക്കാനുള്ള ശക്തിയില്ലാത്ത ആരെങ്കിലും എതിർത്തിട്ടെങ്കിൽ അവരെ റൗഡുകൾ വെച്ചിട്ട് അല്ലെങ്കിൽ പറഞ്ഞ് ബുദ്ധിമുട്ടിക്കുന്ന ഒരു പരിസ്ഥിതിയായിരുന്നു. ഏത് ഭരണാധികാരി ആര് പറഞ്ഞാലും അയാളുടെ പ്രഭാവം കൊണ്ട്, അയാളുടെ ഈ പണത്തിൻ്റെ ശക്തി കൊണ്ട് എല്ലാവരെയും ഒരു നിശബ്ദമാക്കുന്ന ഒരു അന്തരീക്ഷമായിരുന്നു ഈ വല്ലാപ്പൻ നടത്തിക്കൊണ്ടിരുന്നത്. അദ്ദേഹത്തെ വ്യക്തിപരമായിട്ട് എനിക്ക് അയാളുടെ ഒരു അഭിപ്രായ വ്യത്യാസമില്ല. വ്യക്തിപരമായിട്ട് അയാൾ നല്ല കുശലനാണ്, സമർത്ഥനാണ്, കാര്യങ്ങളൊക്കെ ശരിയാണ്. പക്ഷേ അതേ സമയത്ത് SNDP എന്ന യോഗത്തിൽ തലവനായി നിന്ന് അതിന് കിട്ടുന്ന വരുമാനങ്ങൾ അതൊക്കെ സ്വന്തം സ്വാർത്ഥ താല്പര്യത്തിന് കുടുംബത്തിന് വേണ്ടി ചെലവഴിക്കുന്ന ഒരു അസമത്വമായ ഒരു ഭരണം ഞങ്ങൾ ഒരിക്കലും സഹിച്ചില്ല. അതുകൊണ്ടാണ് ഞങ്ങളിത് ഇതുവരെ എതിർത്തത്. ഞങ്ങൾ പല പ്രാവശ്യം പല കേസുകളും എല്ലാം എതിർത്തു. നല്ല